ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച ചമ്മന്തിയാണ് നമുക്കിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ 1/2 കപ്പ് തേങ്ങ എടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 3 പച്ചമുളക് അരിഞ്ഞത്, 3 ചുവന്നുള്ളി. എനിക്കിവിടെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്, അതേ അളവിൽ. ഒരു 1/4 കപ്പ് വെള്ളം. എന്നിട്ട് മിക്സിയിലിട്ട് നമുക്ക് ഈ ചേരുവ നന്നായി അരച്ചെടുക്കാം. സ്റ്റൗവിലേക്ക് പാൻ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ച് ഒരു 3 വറ്റൽമുളക് കൂടി ചേർക്കാം. അതിന് ശേഷം 3 ചുവന്നുള്ളിയുടെ ചേർക്കാം. എനിക്കിവിടെ സവാളയാണ് ഉള്ളത്. 2 തണ്ട് കറിവേപ്പില ഇളക്കി കൊടുക്കാം. അതിനുശേഷം അരച്ചു വെച്ച തേങ്ങ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം നല്ല തിക്ക് ചട്നിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് ഈ ചട്നി കുറച്ച് ലൂസാക്കാം. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്ത് തിളയ്ക്കുന്നതിന് മുമ്പ് സ്റ്റവിൽ നിന്നെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ചട്നി ഇത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.